ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ലവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്വയം സ്നേഹിക്കുക. നിങ്ങൾ ആരെങ്കിലും സ്വയം സ്നേഹിച്ചിട്ടുണ്ടോ? സെൽഫായിട്ട് ലവ് ചെയ്യാറുണ്ടോ? നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക. അത് നിങ്ങൾ സ്വയം ഹഗ് ചെയ്യാറുണ്ടോ? ജസ്റ്റ് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ സ്വയം ഒന്ന് ഹഗ് ചെയ്ത് നോക്കിയേ, എന്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ ഷോൾഡറിൽ തട്ടിയിട്ട് സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കിയേ. യു ആർ വെൽ ഡൺ മാൻ എന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയേ. നമുക്ക് സ്വയമേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മളതിൽ ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നത് പോലെ വേറെ ആരും നമുക്ക് അത് ചെയ്തു തരില്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ സ്വയം നിങ്ങളുടെ ഹഗ് ചെയ്യാറുണ്ടോ? അത് നിങ്ങളുടെ ഷോൾഡർ തട്ടിയിട്ട് യു ആർ വെൽ ഡൺ എന്ന് പറയാറുണ്ടോ? ഇല്ല എന്നാണോ ഉണ്ടെന്നാണോ? എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് നമ്മൾ ഡെയിലി വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, വേറെ ഒന്നും എക്സ്ട്രാ നമ്മുടെ സെൽഫായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നവർ നന്നായിരിക്കട്ടെ. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ഞാൻ ചെയ്യാറില്ലായിരുന്നു. നമ്മൾ തന്നെ സ്വയം പറയാറുണ്ട്, ഈ വർഷം ജനുവരി ഇപ്പം മാർച്ചായി, 2-3 മാസം തീർന്നു, ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തും വരും, നവംബർ ആവും, പിന്നെ ഡിസംബർ ആവും, ന്യൂ ഇയർ ആവും. നമുക്കറിയാം, നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ഒരുപാട് കഴിവുണ്ടായിരുന്നു. പക്ഷെ ആ കഴിവുകളൊക്കെ ഇപ്പം നോക്കുമ്പോൾ നമ്മളത് എന്തെങ്കിലും അപ്ഡേഷൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിവുകളെ ചില ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ചില ആളുകൾ ചെയ്യുന്നില്ലായിരിക്കും. പിന്നെ പലരും വിഷമിക്കുന്നുണ്ട്, അവനാ കഴിവുണ്ട് അല്ലെങ്കിൽ അവൾക്കാ കഴിവുണ്ട്, ഞാനെന്താ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് അവരുടെ കഴിവുകൾ നോക്കി നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെ സപ്രസ് ചെയ്തുകൊണ്ട് വെറുതെ വിഷമിച്ചിരിക്കുക ചെയ്യുന്നത്. ഈ സ്റ്റേജിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാം. അതിനുള്ള ബെസ്റ്റ് ടിപ്പാണ് സെൽഫ് ലവ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ജസ്റ്റ് നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഒന്ന് റിലാക്സ്ഡായി നല്ല ശാന്തമായിട്ട് സ്വയം കുറച്ച് ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം, നമുക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, നമ്മുടെ ലീഡേഴ്സായിട്ടുള്ള നമ്മുടെ ടീംസ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നമ്മൾ ജയിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം, നമുക്ക് കിട്ടിയ പരിഗണന, അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം വരുന്നുണ്ടല്ലേ? ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയപ്പോൾ. ഇനി കണ്ണുകൾ തുറക്കാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ പലരും ആ കഴിവുകളൊക്കെ നമ്മുടെ ചോദിച്ചാൽ പലരും തന്നെ പറയും, ഫാമിലിയായി, സമയമില്ല, അതുമല്ലെങ്കിൽ ജോലിയാണ്, സമയമില്ല, എനിക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. എല്ലാവരും പറയാറുണ്ട് സമയമില്ല. പക്ഷെ നമുക്ക് വേണ്ടി സ്വയം ഒരു മണിക്കൂർ നമുക്ക് ജീവിതത്തിൽ മാറ്റി വെച്ച് നോക്കാം. 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് ഒരു 5 മണിക്ക് എഴുന്നേക്കാം. നമ്മളെ സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായൊരു മൂല്യമുണ്ടാകും. ജീവിതത്തെ കുറച്ചുകൂടി റിലാക്സും ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ സ്വയം സന്തോഷിക്കും. ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തതിലൂടെ എനിക്ക് വന്ന കുറച്ച് മാറ്റങ്ങളും അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും. കാരണം എന്നെ സംബന്ധിച്ച് കമ്പാരിസൺ എനിക്കുണ്ടായിരുന്നു. അവരെങ്ങനെയാണ്, എനിക്കിങ്ങനെ ആകാൻ പറ്റില്ലല്ലോ, ഞാൻ എന്താ ഇങ്ങനെ, എന്നെ എന്തിനാ ഇങ്ങനെ ആക്കിയേ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ സ്വയം ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി. പിന്നെ പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്നിൽ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് കാണാൻ പറ്റി. അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം പലർക്കും മറ്റുള്ളവർക്ക് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ഡെയിലിയും ഫുഡ് കഴിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മളെ പറ്റി ചിന്തിക്കാൻ നമ്മളല്ലാതെ വേറെ ആരും തയ്യാറാവില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ സെൽഫ് ലവ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ടിപ്സാണ്.
ഫസ്റ്റ് ഞാൻ ചെയ്തു തുടങ്ങിയത് രാവിലെ ഇപ്പോൾ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്നെങ്കിൽ ഒരു 1 അവർ നേരത്തെ എഴുന്നേൽക്കുക, ഒരു അലാം സെറ്റ് ചെയ്യുക. മൊബൈൽ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു അലാം ടൈം പീസ് മേടിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു അലാം ടൈം പീസ് വെക്കുക. മൊബൈൽ ഫോൺ ഒന്ന് നമ്മുടെ ബെഡിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക. നമ്മുടെ പ്രപഞ്ച ശക്തിയോടൊന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ഒരു ഡയറി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അല്ലെങ്കിൽ ഡെയിലി ഡയറി എഴുതാം, എന്ത് വേണോ ചെയ്യാം. ഞാൻ ഡെയിലി ഡയറി എഴുതുന്നത്. അപ്പോൾ ഡെയിലി ഡയറി എഴുതുമ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതുന്നത് ഗുഡ് മോർണിംഗ്, ഇന്നത്തെ ഡേറ്റ്. എന്നിട്ട് എഴുതുന്നത് ദൈവത്തിന് നന്ദി, എനിക്കിന്നത്തെ ദിവസം കണി കാണാൻ കഴിഞ്ഞതിന്, അല്ലെങ്കിൽ അവസരം ഒരുക്കിയതിന് ഒരുപാട് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ദെൻ ആ ഡയറി നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തിങ്സ്. ഡയറിയും നമ്മളൊരു പേനയും, ആ ഡയറിയും പേനയും വെച്ച് നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക, നമുക്ക് അവസരങ്ങൾ തരുന്ന എല്ലാവർക്കും നന്ദി പറയുക. പിന്നെ നമ്മളെപ്പറ്റി നമ്മൾ കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് കാണുമല്ലോ, ആ ക്വാളിറ്റീസ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം ആ ഡയറിയിൽ എഴുതുക. എന്തൊക്കെയാണ് എൻ്റെ ക്വാളിറ്റീസ്? പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയ അൺപ്ലഗ് ചെയ്യുക. മൊബൈൽ പൂർണ്ണമായിട്ടും അൺപ്ലഗ് ചെയ്യുക, അത്രയും നല്ലത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പുറത്ത് നടക്കാനൊക്കെ പോവുക. ജസ്റ്റ് ആ നേച്ചറിനെ നന്നായിട്ട് ഫീൽ ചെയ്യുക. ഒരു സൺറൈസ് കാണുക. സൺസെറ്റ് കാണുന്നത് നല്ലത് തന്നെ. ജസ്റ്റ് ആ നല്ലൊരു തണുത്ത കാറ്റും ആ ഒരു രാവിലത്തെ നിശബ്ദതയും എല്ലാം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുക. നമ്മൾ കുറച്ച് ഉള്ളറിഞ്ഞ് ഒന്ന് സ്നേഹിക്കുക നമ്മുടെ സ്വയം. ഞാനിത് കാണുന്നുണ്ടല്ലോ, ഈ പ്രഭാതം എനിക്ക് ഇത്രയും നല്ലൊരു കാഴ്ച തന്നല്ലോ, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മളുടെ ഫീൽ ചെയ്തുകൊണ്ട് നടക്കുക ആ റോഡിൽ കൂടെ. ആൻഡ് മീൻസ് നമ്മുടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് നമ്മൾ പറയുക, എടാ നീ എന്ത് ഭാഗ്യവാനാണ്, ഇത്രയും നല്ലൊരു പ്രഭാതം നിനക്ക് കാണാൻ കഴിഞ്ഞു. ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമൊക്കെ ആയിരിക്കാം മിക്ക ആൾക്കാരുടെ. ആൻഡ് ജസ്റ്റ് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കാണാൻ സംസാരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. വെറുതെ നമ്മൾ എഴുന്നേറ്റ് വെറുതെ ആരുടെയും മിണ്ടാതെ എങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല. ഒന്ന് സംസാരിക്കാൻ കിട്ടുന്ന ആൾക്കാരെ നന്നായിട്ട് സംസാരിക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വാക്കിനൊക്കെ പോയി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കുളിക്കുക. ഫ്രഷായിട്ട് കുളിക്കുക. ആളുടെ തണുത്ത വെള്ളത്തിൽ ആളുടെ ഫീൽ ചെയ്ത് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വയം മേക്കപ്പ് ചെയ്യുക. നമ്മളല്ലാതെ വേറെ ആരും മേക്കപ്പ് ചെയ്യാനില്ല. നമുക്ക് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് മേക്കപ്പ് ചെയ്യുക. നമുക്ക് ഏത് ഇഷ്ടമുള്ള ഡ്രസ്സിലാണെന്ന് നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ സെൽഫായിട്ട് സംസാരിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ ഇന്ന് ആളുടെ സുന്ദരനായിട്ടുണ്ട് കേട്ടോ, യു ആർ ലുക്കിംഗ് വെരി ഗുഡ്, ഡ്രസ്സ് നന്നായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്മളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ സ്വയം പറയുക. ദെൻ നമ്മുടെ ഹോബീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഹോബീസ് ഉണ്ടായിരിക്കും. പലരും ഇപ്പോൾ നമ്മുടെ പല കഴിവുകളെയും സപ്രസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതിനെയൊക്കെ ഒന്ന് പൊഴുതട്ടിയെടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഞാൻ മുന്നേ എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കളയും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് ഒരാളെങ്കിലും നമ്മുടെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ പരം സന്തോഷം വേറെ ഒന്നും കാണില്ല, അല്ലേ? പറയും നന്നായിട്ടുണ്ട്, നീ ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തൊരു ക്ലോത്ത് എടുത്ത് ഒരു ഫ്രെയിമിലാക്കി എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നവരൊക്കെ ചോദിക്കും, ഇത് ആരാ ചെയ്തത്? അപ്പം വീട്ടിലുള്ള അച്ഛനായാലും അമ്മയായാലും പറയും, എൻ്റെ മകനാണ് ചെയ്തത്, നന്നായിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇതൊരു ഹാപ്പിനെസ്സാണ്. നമ്മുടെ കഴിവുകൾ നമ്മൾ എന്തിനു മാസ്ക് ചെയ്യണം? നമ്മളതിനെ പുറത്ത് കൊണ്ടുവന്ന് നമ്മളതിനെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആക്കി മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളതാണ് എക്സസൈസ്. രാവിലെ നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒന്ന് ഓടാൻ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ എക്സസൈസ് ചെയ്യാം, സ്ട്രെച്ച് ബാൻഡ് എക്സസൈസ് ചെയ്യാം, പാട്ട് പറയുന്നത് ഡാൻസ് കളിക്കാം, നല്ലൊരു പാട്ടിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാം. നമ്മൾ ഫുള്ള് വൈബ് മൂടാവും, ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കാം. അങ്ങനെ കുറേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുക. അവരെന്ത് പറയും ഇവരെന്ത് പറയുമെന്ന് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവും നമുക്ക് സംഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അവരായിട്ട് നമുക്കൊന്നും തരുന്നില്ല.
നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാരുണ്ട്, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പം നമ്മൾ റോഡിലോട്ട് നടന്നു വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്ലാന്റ് ലവറാണ്. എനിക്ക് ഒരുപാട് ചെടികളെ ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം നല്ലൊരു പ്ലാന്റ് നിൽപ്പുണ്ട് അവിടെ, അയാളുടെ ചോദിച്ചാലോ, എന്തിനും മടിക്കണം, നമുക്ക് കയറി ചോദിക്കുക, ആ ചേട്ടാ ഞാനിതൊന്ന് എൻ്റെ ഒരു പ്ലാന്റ് എനിക്ക് തരാമോ? ഓ യെസ് എന്ന് പറയാൻ അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതവിടെ തീർന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ബുക്ക് ചൂസ് ചെയ്യുക, നമുക്ക് ലൈഫിൽ നല്ലൊരു ബുക്ക് ചൂസ് ചെയ്യുക, വായിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ബുക്ക് ചൂസ് ചെയ്യുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പം ചൂസ് ചെയ്തതിൻ്റെ ഒരു ബുക്കുണ്ട്, നമ്മുടെ മോങ് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറഞ്ഞിട്ട്. വളരെ നല്ലൊരു ബുക്കാണ്. അതൊരാളുടെ എക്സ്പീരിയൻസ് ആ ബുക്കിൽ കൂടെ പറയുന്നത്. ആട്ടവർ നിങ്ങൾക്ക് എന്ത് ബുക്കാണോ ഇഷ്ടമുള്ളത് വെക്കുക. പിന്നെ നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ എഴുതുക. ആ ഡയറിയിൽ നമുക്ക് എന്ത് വേണമോ ചെയ്യാം. നമ്മുടെ സ്വന്തം ഡയറിയാണ്. നമുക്കതിൽ നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം, നമ്മുടെ സ്റ്റോറീസ് എഴുതാം, നമുക്ക് കവിത എഴുതാം, കഥകൾ എഴുതാം, അതുപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കാം, പാട്ടുകൾ എഴുതാം, എന്ത് വേണോ അതിനകത്ത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സ്വയം ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് സ്വയം ഒരു വാല്യൂ തോന്നും. ആഹാ, എനിക്ക് ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നമ്മുടെ കഴിവുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്നേ. പെർഫെക്ഷൻ നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം ഓക്കെ ഫ്ലോപ്പ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിൽ 2 പേരില്ലെങ്കിൽ ഒരാളെങ്കിലും പറയില്ല, ആടാ നന്നായിട്ടുണ്ട്, കീപ്പ് ഗോയിങ്. അപ്പോൾ നമുക്ക് മുന്നേ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമുക്ക് സ്വയമേ ഒരു സ്നേഹം തോന്നും നമ്മളോട്. ഓക്കെ, സെൽഫ് ലവ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാരും നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 18-17 വയസ്സ് വരെ ഒരുപാട് ഫ്രണ്ട്സും ബാക്കി ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ കാണും. പിന്നെ ആ ലൈഫൊക്കെ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 27-32 പോകുമ്പോൾ പിന്നെ ആ പഴയ ഫ്രണ്ട്സൊന്നും കാണില്ല ലൈഫിൽ. ചിലർക്ക് കാണും, മെജോറിറ്റി ആൾക്കാർക്കും ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പം നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ആരും ഒന്ന് ഇമ്പ്രൂവ് ചെയ്തില്ല ലൈഫിൽ. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഒന്നൊരു പറഞ്ഞു തരാം. സോ നമ്മൾ രാവിലെ ഒരു 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക. നമ്മുടെ ഈ ഒരു അവസരം നമുക്ക് ഈ ദിവസം കാണുന്ന ഭഗവാനോടൊരു നന്ദി പറയുക. നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിലും അവരോട് നന്ദി പറയുക. നമുക്കൊരു സ്വന്തം ഒരു ഡയറി വേണം. ഡയറിയിൽ നമ്മളെ പറ്റി എഴുതാനുള്ളതെല്ലാം എഴുതുക. രാവിലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, ഡയറിയിൽ എഴുതി വെക്കാം. നമ്മുടെ ക്വാളിറ്റീസ് ഡയറിയിൽ എഴുതി വെക്കാം. നമുക്കൊരു നല്ല റിലാക്സിങ് മോർണിംഗ് വാക്കിന് പോകാം. മാക്സിമം മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്യുക രാവിലെ എഴുന്നേറ്റിട്ട്. ദെൻ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക. നമ്മുടെ കഴിവുകളെ പരിപോഷിക്കാവുന്ന പല കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ എനിക്ക് ഇന്നൊരു പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്. ആ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്നെക്കാളും വരയ്ക്കാൻ അറിയാവുന്ന ആളുടെ ഹെൽപ്പ് തേടാം. എന്തൊക്കെ ടിപ്സ് അവരെയും ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഇൻ്റർനെറ്റ് ഗൂഗിൾ ചെയ്താലും മതി, നമുക്ക് യൂട്യൂബ് നോക്കിയാലും മതി. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, നമ്മളെ സ്വയം കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ വേറെ നമ്മൾ റീൽസ് കണ്ട് ചുമ്മാ നമ്മുടെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. റീൽസിലൂടെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നമ്മൾ ടൈം പാസ് അത്രയല്ലേ ഉള്ളൂ. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഹോബീസ് പ്രാക്ടീസ് ചെയ്യാം, കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യാം. നമുക്കൊരു ചെറിയ എക്സസൈസൊക്കെ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ലൈഫിൽ ചെയ്യുക. ഓക്കെ, ചെയ്ത് നോക്കും. നല്ലൊരു ദിവസങ്ങളായിരിക്കും ഈ ദിനങ്ങളിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.